ഹലോ ഗൈസ്, ഇറ്റ്സ് മീ അനിത നിബു. വെൽക്കം ടു AN Vlogs. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഹെയർ ഗ്രോത്ത് ജേണി അല്ലെങ്കിൽ ഹെയർ കെയർ എന്നൊക്കെ പറയാം. എൻ്റെ ഹെയറിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറയാം, ഞാനിത് അധികം വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. വളരെ ചുരുക്കത്തിൽ എന്താണ് ഹെയറിന് വേണ്ടിയിട്ട് ചെയ്തത്, ഹെയർ കെയർ ടിപ്സ് എന്താണ് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഒരു ഡീറ്റെയിൽഡ് ഹെയർ ഗ്രോത്ത് ജേണി അല്ല ഞാനിതിൽ പറയുന്നത്. അങ്ങനൊരു വീഡിയോ ഇതിന് ശേഷം ഒരെണ്ണം ഞാൻ ഉണ്ടാക്കും. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ഹെയർ കെയർ ടിപ്സൊക്കെ പറഞ്ഞു പോകുന്ന എൻ്റെ ഹെയർ ഗ്രോത്ത് ജേണിയുടെ ഒരു പാർട്ട് മാത്രമാണ് ഈ വീഡിയോയിലുള്ളത്. ഓക്കെ, ഇത് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ബേസിക്കലി ജനറ്റിക്കലി എനിക്ക് നല്ലോണം മുടിയുള്ള ഒരു ആളാണ് ഞാൻ. നല്ല ലോങ് ഹെയറാണ്, നല്ല തിക്ക് ഹെയറാണ്. പെട്ടെന്ന് വളരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലോ ആണ്. എൻ്റെ മുടിയുടെ വളർച്ച സ്ലോ ആണ്, പക്ഷേ ഉണ്ടാവുന്ന മുടി നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ജനറ്റിക്കലി അങ്ങനെയാണ് എൻ്റെ ഹെയർ. അത്യാവശ്യം ലോങ് ഹെയറാണ്. പക്ഷേ എൻ്റെ കുറച്ച് അഹങ്കാരങ്ങൾ കൊണ്ട് തന്നെ എൻ്റെ മുടി അത്യാവശ്യം നല്ലോണം പോയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു 8th സ്റ്റാൻഡേർഡ് വരെ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു. നല്ല അത്യാവശ്യം തിക്കായിട്ടുള്ള ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു എൻ്റെ 8th സ്റ്റാൻഡേർഡ് വരെ. പിന്നിടുമ്പോഴൊക്കെ ആണെങ്കിൽ തന്നെ ആ തിക്നെസ് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുമായിരുന്നു. 2 സൈഡിൽ ചീവി പിന്നിടുമ്പോഴൊക്കെ നല്ല തിക്കായിട്ട് മുടിയിരിക്കുകയായിരുന്നു. ആ സമയത്തെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഹെയർ കെയറോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യില്ലായിരുന്നു. എൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് അമ്മ ഒരു സെപ്പറേറ്റ് എഫേർട്ട് എടുത്ത് എൻ്റെ മുടിക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു കെയറിങ്ങോ കാര്യങ്ങളൊന്നും എൻ്റെ അമ്മ ചെയ്തിട്ടില്ല. സാധാരണ വെളിച്ചെണ്ണ തേച്ച് കുളിപ്പിക്കും എന്നല്ലാതെ ഒരു സെപ്പറേറ്റ് ഒരു ഹെയർ കെയർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്തോ എൻ്റെ ഒരു ജനറ്റിക്സ് ആയിരിക്കാം, അത്രയും നാളും നല്ലോണം ഹെയർ വളർന്നു വന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ടീനേജൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുടി നല്ലോണം സൂക്ഷിക്കണം. കാരണം എനിക്ക് ജനറ്റിക്കലി നല്ലോണം ഹെയർ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ മുടി ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകും. പിന്നെ റിക്കവർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷെ നമ്മുടെ മുടി അങ്ങനെയല്ല, കുറച്ച് ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. ഈ ഡാമേജ് ആയിട്ടുള്ള ഹെയറിനെ നമ്മൾ റിക്കവർ ചെയ്ത് എടുക്കുക എന്നുള്ളത് വളരെ ടഫാണ്. അതുപോലെ തന്നെ ടൈം ടേക്കിംഗ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് എന്താണോ, ഇപ്പോൾ സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും ദൈവം നമുക്ക് എന്താണോ തന്നിട്ടുള്ളത് അതിന് നല്ലോണം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഓക്കെ, എന്നാൽ മാത്രമേ ആ ഒരു നമുക്ക് ആ ഒരു ഭംഗിയിൽ അത് കൊണ്ട് നടന്നാൽ മാത്രമേ ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്കും കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു ഈ ഡാമേജായി അങ്ങേ അറ്റെത്തിക്കഴിയുമ്പോൾ അയ്യോ എനിക്ക് മുടിയില്ല എന്നോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എന്താണോ ഉള്ളത് അതിനെ നല്ലോണം കെയർ ചെയ്ത് കൊണ്ടുപോവുക. എനിക്ക് വാല് പോലെയാണ് മുടി കിടക്കുന്നത്, അതുകൊണ്ട് ഇനി ഇത് എന്ത് ചെയ്യാനാ എന്നോർത്ത് ചെയ്യാതിരിക്കരുത്. നല്ലോണം തന്നെ കെയർ ചെയ്ത് കൊണ്ടുപോവുക, നമ്മുടെ സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പറഞ്ഞില്ല 8th സ്റ്റാൻഡേർഡ് ഒക്കെ വരെയാണ് എനിക്ക് ആ ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നത്. പിന്നെ നല്ലോണം മുടി കൊഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്തു. ഡാൻഡ്രഫ്, ഹെയർ തിന്നിങ്, പിന്നെന്താ ബ്രേക്കിങ്, മുടി പൊട്ടിപ്പോവൽ, ഇതൊക്കെ തുടങ്ങി. അത്യാവശ്യം നല്ലോണം മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ഞാനിങ്ങനെ മെടഞ്ഞിട്ടുണ്ടൊക്കെ പോകുമ്പോഴത്തേക്കും, സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ അറ്റത്ത് വന്നിട്ട് ഈ കൊഴിഞ്ഞ മുടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ഒരു ബോള് പോലെ വന്നിരിക്കുകയായിരുന്നു. മീൻസ് അത്രയ്ക്ക് ഞാൻ കെയർ ചെയ്യില്ലായിരുന്നു മുടീനെ. അതുപോലെ നനഞ്ഞ മുടി രാവിലെ എണീറ്റ് കുളിച്ച് അപ്പാടെ ആ നനഞ്ഞ മുടി കെട്ടി വെക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി ഡാമേജ്. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് അതിനെക്കുറിച്ച് അത്രയ്ക്ക് ഞാൻ അത്ര വറിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് മുടി എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും ആയിരുന്നില്ല ആ ഒരു ടൈമിൽ. ഞാൻ അതിനെക്കുറിച്ചൊന്നും അത്ര ടെൻസ്ഡ് ആയിട്ടില്ല. പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10th കഴിഞ്ഞപ്പോഴത്തേക്കും 10th കഴിഞ്ഞ് ഒരു എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ ഞാൻ ചേരുന്ന സമയം, ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് മുടി ഒന്ന് മുറിക്കണം എന്നൊരാഗ്രഹം തോന്നി.
മുടി മുറിക്കണം എന്നുള്ളൊരു ആഗ്രഹം തന്നെ, പാർലറിൽ പോയി മുറിക്കണം എന്നല്ല, എനിക്ക് തനിയെ മുറിക്കണം എന്നൊരാഗ്രഹം തോന്നി. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് മുടി കൊഴിച്ചിൽ നല്ലോണം നടക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈവൻ മുടി കൊഴിഞ്ഞിട്ടും എനിക്ക് അത്യാവശ്യമുണ്ട്. പെട്ടെന്നൊന്നും ഹെയർ തിന്നിങ് ഉള്ളൊരു കുട്ടിയാണ് എന്ന് തോന്നില്ല. കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മുടിയാണെങ്കിൽ കൂടി അത്യാവശ്യം എനിക്കുണ്ട്. ആ ഒരു ടൈമിൽ എനിക്ക് തോന്നിയ ആഗ്രഹമാണ് മുടി ഒന്ന് വെട്ടണം, തനിയെ വെട്ടണം. അങ്ങനെ ഒരു ദിവസം ഞാൻ ഡിസൈഡ് ചെയ്തു, ഇന്നങ്ങ് മുടി മുറിക്കാം. ഞാൻ അങ്ങനെ എനിക്കെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇപ്പോഴും എനിക്ക് അങ്ങനെയാണ്. എൻ്റെ എല്ലാ ആക്ഷൻസും വളരെ സ്പോണ്ടേനിയസ് ആണ്. ഇപ്പോൾ എനിക്കൊരു കാര്യം തോന്നി ഞാൻ ചെയ്തു, നാളെ എനിക്കൊരു കാര്യം തോന്നി ഞാനത് ചെയ്യും. അല്ലാതെ ഞാൻ അതിന് വേണ്ടിയിട്ട് വളരെ ഗാഢമായിട്ട് ആലോചിച്ച് ഡിസിഷൻ എടുക്കുന്ന ഒരാളല്ല. സ്പോണ്ടേനിയസ് ആയിരിക്കും. എൻ്റെ ലൈഫിലെ എല്ലാ ഡിസിഷൻസും വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് എടുത്തിട്ടുള്ളതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ടൈം എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ മാത്രമേ ഞാൻ ഇത് വേണോ വേണ്ടയോ എന്ന് ഞാൻ ടൈം എടുത്ത് ചിന്തിക്കാറുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ടപ്പേന്ന് ആലോചിക്കുക, ചെയ്യുക. മീൻസ് അതൊരു സമയം ഞാൻ കൊടുക്കില്ല. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഈ മുടി മുറിക്കുക എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം ഞാൻ അങ്ങോട്ട് നടത്തിയെന്ന് വെച്ചാൽ, പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എൻ്റെ അമ്മ ജോലി ചെയ്യുന്ന അടുക്കളയിൽ എന്തോ പണിയെടുക്കുമായിരുന്നു. വീട്ടിലാരില്ല, ചേച്ചി ജോലിക്ക് വയ്ക്കുന്നു, അച്ഛൻ ജോലിക്ക് വയ്ക്കുന്നു. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ എൻ്റെ 10th എക്സാമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയം, അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റണം, വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ ഞാൻ ചെയ്തത്, കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിന്നു. അച്ഛൻ മീശ വെട്ടുന്ന കത്രികയുണ്ട്, നല്ല മൂർച്ചയുള്ള കത്രിക നോക്കി വെച്ചാൽ മാറ്റി സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അത് ഞാൻ അടിച്ചു മാറ്റി നല്ലോണം അങ്ങോട്ട് കട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗം വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തു. ഇത്രയും ലെങ്ത്ത് വെച്ചിട്ട് കട്ട് ചെയ്തു. കട്ട് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ് വരെ ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പോകണല്ലോ എന്നുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴും എനിക്ക് നല്ല ഹാപ്പിനെസ് ആയിരുന്നു. ലുക്കായില്ലോ, ഒരു എന്താ പറയുക, ഒരു കുറച്ചൊരു ഫാഷനൊക്കെ വന്ന പോലത്തെ ഒരു, കാരണം അത്രയും നാൾ നമുക്ക് ഉള്ളൊരു ലുക്കല്ല, വേറൊരു ലുക്ക് എനിക്കിഷ്ടപ്പെട്ടു, നല്ല ഭംഗി. പക്ഷേ എൻ്റെ ഈ കോലം എൻ്റെ അമ്മ കണ്ടപ്പോഴും അച്ഛൻ കണ്ടപ്പോഴും പിറ്റേന്ന് മുതൽ എന്നെ കാണുന്ന എല്ലാവരും എന്തോ ഒരു ദേഷ്യം പോലെയാണ്, എന്താണ് ഈ കൊച്ച് കാണിച്ചു വെച്ചിരിക്കുന്ന കോപ്രായം എന്നുള്ള രീതിയിലായിരുന്നു ചോദ്യങ്ങൾ. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഇത്ര ബോറായിരുന്നു ഇത് എന്നുള്ളത്. പക്ഷേ ഞാൻ പറയാൻ മാത്രമേ, ഒരു ഷോർട്ട് ഹെയർ ആ ടൈമിൽ ആയത് അത്ര ബോറായിരുന്നു എന്നൊന്നും എനിക്കിപ്പോഴും തോന്നുന്നില്ല. ബോറൊന്നും അല്ലായിരുന്നു. പക്ഷെ അത്രയും മുടിയുള്ള ഒരാൾ അത് വെട്ടിക്കളഞ്ഞപ്പോൾ കാണുന്നവർക്കൊരു സങ്കടം ഉണ്ടാവുമല്ലോ. ആ ഒരു പ്രതിഷേധമാണ് അവരറിയിച്ചത്. അല്ലാതെ എൻ്റെ ആ ഒരു ലുക്ക് ഒരിക്കലും ബോറായിരുന്നില്ല. അത് ബോറാണെന്ന് ഞാൻ പറയില്ല, നല്ലൊരു ക്യൂട്ട് ലുക്കായിരുന്നു. ആ ഒരു പ്രായത്തിൽ അതൊരു ക്യൂട്ട്നെസ് ആയിരുന്നു. അപ്പോൾ എനിക്കതൊരു കുഴപ്പമില്ലായിരുന്നു. എനിക്ക് കുഴപ്പം ആളുകൾ ഈ പറയുന്നത് എനിക്കതൊരു പ്രശ്നമായിട്ട് മാറി. പിന്നെ അതിനുശേഷം എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ആദ്യത്തെ 2 മാസം നല്ലോണം ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ഹെയർ ഫോൾ എന്ന് പറഞ്ഞാൽ ഹെവി ഹെയർ ഫോളായിരുന്നു. 2 മാസത്തിന് ശേഷം 3rd മന്ത് സ്റ്റാർട്ട് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഹെയർ ഫോൾ അങ്ങ് പെട്ടെന്ന് സ്റ്റോപ്പായി. പക്ഷേ ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല എനിക്ക്. ഹെയർ ഫോൾ സ്റ്റോപ്പായി എന്ന് മാത്രമേ ഉള്ളൂ, ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നില്ല. ആ ഉള്ള മുടി അങ്ങനെ തന്നെ നിന്നു എന്നല്ലാതെ പുതിയ മുടി കിളിക്കാത്തത് പോലത്തെ ഒരു ഫീലായിരുന്നു എനിക്ക്. ഒരു മുരടിച്ച് നിൽക്കുകയാണ് മുടി, ഒരു ഭംഗിയില്ല കാണാനായിട്ട്. ഡ്രൈനെസ്, ഫ്രിസിനെസ്, മൊത്തത്തിൽ എൻ്റെ ഹെയർ കുളമായി എന്ന് പറയാം. സ്റ്റിൽ ആ ഒരു ഡെലിവറി കഴിയുന്ന ഒരു പോയിന്റ് വരെ മുടിയുടെ അവസ്ഥ അതായിരുന്നു. അതിനുശേഷം എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മുടി ഒരു പാർലറിൽ കൊണ്ടുപോയി തുമ്പ് വെട്ടി, കൂടാതെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഫ്രിഞ്ചസ് പോലെ കട്ട് ചെയ്തിട്ടില്ലേ, ഈ 2 പോർഷനിൽ, അതായത് ലോങ് ഫ്രിഞ്ചസ് ആണ്, ഷോർട്ട് അല്ല, ലോങ് ഫ്രിഞ്ചസ് കട്ട് ചെയ്തിട്ടു. ആ ഹെയർ സ്റ്റൈൽ എനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടു. ആ ഒരു ഹെയർ സ്റ്റൈലിൽ നിന്നാണ് പിന്നെ ഇതിങ്ങനെ വളർന്നു വന്നത് കേട്ടോ. ആ ഒരു ടൈമിൽ ആ ഒരു ഹെയർ കട്ടിന് ശേഷമാണ് എൻ്റെ മുടി വളരാൻ തുടങ്ങിയത്. ആ പാർലറിൽ പോയിട്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ മുടി വെട്ടിയതുകൊണ്ട് വളർന്നു എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ആ ഒരു ഹെയർ കട്ടിന് ശേഷം ഞാൻ ഹെയർ കെയറിങ് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തു. മുടി വളർത്തിയെടുക്കണം. എൻ്റെ പഴയ ആ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന ആ ടൈമിലുണ്ടായിരുന്ന
ഹെൽത്തി ലോങ് തിക്ക് ഹെയർ എനിക്ക് കിട്ടണം എന്ന അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹെയർ കെയർ, ആ ഒരു ഹെയർ കട്ടിന് ശേഷം എൻ്റെ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി റിസൾട്ട്, ഞാൻ ചെയ്യുന്ന ഹെയർ കെയറിന് എനിക്ക് നല്ല അടിപൊളി റിസൾട്ട് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ പറയാം ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്. കാരണം ഇപ്പം അത്യാവശ്യം എനിക്ക് മുടിക്ക് ലെങ്ത് ഉണ്ട്, തിക്നെസ് ഉണ്ട്, പിന്നെ ഉള്ള മുടി നല്ല ഭംഗിക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഈ വീഡിയോയിൽ ഞാൻ മെയിൻലി പറയുന്നത്. ഇത് യൂസ്ഫുള്ളാകും. കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. കാരണം മുടിയുടെ വളർച്ച കംപ്ലീറ്റ്ലി സ്റ്റോപ്പായിട്ട് നിന്നൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം ഹെയർ ഗ്രോത്ത് ഒക്കെ ഉള്ളൊരു വ്യക്തി ഇത് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ മുടി നിങ്ങൾക്ക് കിട്ടും. പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ഇന്ന് ട്രൈ ചെയ്തു നാളെ റിസൾട്ട് വരും എന്ന് പ്രതീക്ഷിക്കരുത്. ഹെയർ ഗ്രോത്തിന് മാത്രം ടൈം കൊടുക്കുക, പേഷ്യൻസ് വേണം, എന്നാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഫസ്റ്റ് ഞാൻ എൻ്റെ മുടിക്ക് വേണ്ടി മുടിക്കൊരു ഡ്രിങ്ക് കൊടുക്കുക എന്നറിയില്ലേ, മുടിക്ക് വേണ്ടി മീൻസ് നമ്മൾ ഇൻടേക്ക് ചെയ്തതല്ല, ഹെയറിനൊരു ഡ്രിങ്കായിട്ട് ഞാനൊരു വാട്ടർ യൂസ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഉലുവ വെള്ളം. ഈ ഉലുവ വെള്ളം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ആളുകൾ പറയുന്നുണ്ട്. അതായത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന കാര്യം, ആ വെള്ളം എടുത്ത് യൂസ് ചെയ്യുന്ന കാര്യം, അതുപോലെ മിക്സിയിൽ ആ ഉലുവ എടുത്ത് കുതിർത്തിട്ട് അത് അരച്ച് ആസ് എ പാക്ക് യൂസ് ചെയ്യുന്ന കാര്യം, ഇതെല്ലാം നല്ലതാണ് കേട്ടോ. ഉലുവ നല്ല ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മുടെ മുടിക്കുള്ള. ഇതൊക്കെ നല്ലത് തന്നെ. പക്ഷേ എനിക്കൊരു കുഞ്ഞു വാവയാണുള്ളത്. അപ്പോൾ എനിക്ക് ഈ പാക്കൊക്കെ മുടിയിലിടുന്നതാണെങ്കിലും ആവട്ടെ, അതുപോലെ തന്നെ ഈ തലേ ദിവസം കുതിർത്ത് വെക്കുന്ന കാര്യമുണ്ടല്ലോ, ഞാൻ ചില ദിവസം മറന്നു പോകും രാത്രി കിടക്കുമ്പോൾ ഇത് കുതിരാനിടാൻ. പിന്നെ നമ്മളെങ്ങനെ അത് യൂസ് ചെയ്യും? അപ്പോൾ എനിക്കൊരു കുഞ്ഞു വാവയുള്ളതുകൊണ്ട് വാവയുടെ പുറകെ എപ്പോഴും നടക്കണം. ഇപ്പോഴും എൻ്റെ അവസ്ഥ അതാണ്, കുഞ്ഞിൻ്റെ പുറകെ നടക്കണം. അപ്പോൾ എനിക്കിതിന് വേണ്ടിയിട്ട് ഹെയർ കെയർ, സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എനിക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ കുഞ്ഞ് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ എളുപ്പനെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഞാനങ്ങ് ചെയ്തു. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഉലുവ ഇട്ട് ഞാൻ വെള്ളം തിളപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ കുതിർത്ത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന വെള്ളത്തിനേക്കാൾ കളറ് വരുന്നുണ്ട്. ഈ ഉലുവ വെള്ളം ഞാനിങ്ങനെ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കും, പിന്നെ ഒരു 4 സ്പൂൺ ഉലുവ അല്ലെങ്കിൽ 2 സ്പൂൺ ഉലുവ ഇടും. ചെറിയ 4 സ്പൂൺ ഉലുവയാണ് ഞാൻ ഇടുന്നത്. നല്ലോണം വെട്ടി തിളപ്പിക്കും. എന്നിട്ട് അത് ആറ്റി ഞാനൊരു പാത്രത്തിലാക്കി അടച്ച് സൂക്ഷിച്ച് അരിക്കണം കേട്ടോ. അരിച്ചിട്ട് ഞാനത് ഒരു കുപ്പിയിലാക്കി അല്ലെങ്കിൽ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് ഡെയിലി കുളിക്കാൻ പോകുന്നതിന് കുറച്ച് ടൈം മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കും. ദെൻ ഈ വെള്ളം ഞാൻ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്നിട്ട് സ്കാൽപ്പിലൊക്കെ നല്ലോണം അപ്ലൈ ചെയ്യും, ഹെയറിൻ്റെ ടിപ്സിലൊക്കെ നല്ലോണം അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുന്ന മാത്രമല്ല, നല്ല രീതിക്ക് അത് ഞാൻ മസാജ് ചെയ്തും കൊടുക്കും. ഇങ്ങനെ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് ഇങ്ങനെ മസാജ് ചെയ്ത് ഉടനെ കുളിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് നിൽക്കുക. എന്നിട്ട് നമ്മൾ പ്ലെയിൻ വാട്ടറിൽ അങ്ങ് കുളിക്കുക. എനിക്ക് പ്രത്യേകിച്ച് ഈ ഉലുവയുടെ സ്മെല്ല് ഇങ്ങനെ കുത്തലോ മുടിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഉലുവ യൂസ് ചെയ്യുന്നതിന് മുന്നേ എണ്ണ, നമ്മൾ എന്ത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് തലയിൽ, അത് ഇടുക. 2-3 ഡ്രോപ്സ് ഓയിലൊക്കെ തേച്ചതിന് ശേഷം ഈ ഉലുവ വെള്ളവും കൂടി ഇടുക. എന്നിട്ട് പ്ലെയിൻ വാട്ടറിൽ കഴുകിക്കളയാം. ഈ നീരിറക്കമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് നീരിറക്കമാണ് എന്ന് പറഞ്ഞിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അത്യാവശ്യം തണുപ്പുള്ള സാധനമാണ് ഉലുവ, ശരിയാണ്. എന്നിരുന്നാലും ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തിളപ്പിച്ചിട്ടുള്ള ഈ ഒരു സംഭവം എടുത്ത് ഫ്രിഡ്ജിൻ്റെ പുറത്തെടുത്ത് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ അത് ആറുമല്ലോ. ആ വെള്ളം എടുത്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കഴുകിക്കളയാം. ഓക്കെ, ആ വെള്ളം വെച്ചിട്ട് നിങ്ങളുടെ ആ ഹെയർ അങ്ങ് കഴുകി കളഞ്ഞാൽ മതി. അത് അപ്ലൈ ചെയ്ത് ഇരിക്കണം എന്നുകൂടി ഇല്ല. കാരണം ഞാനിത് വെറുതെ കഴുകിക്കളയുമായിരുന്നു ആദ്യമൊക്കെ. മീൻസ് അപ്ലൈ ചെയ്യാനുള്ള ടൈം, എനിക്ക് വളരെ ചെറുതായിട്ടിരുന്ന സമയത്ത് എനിക്ക് എല്ലാ ടൈമും സാവകാശവും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വെറുതെ കഴുകിക്കളയായിരുന്നു. വെറുതെ കഴുകിക്കളഞ്ഞാലും എനിക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുമായിരുന്നു. കാരണം മുടിയുടെ ലെങ്ത്ത് നല്ലോണം കൂടുന്നുണ്ട്. നല്ലോണം ഹെയർ ലെങ്ത്ത് ഇങ്ങനെ കൂടി വരും. അതുപോലെ തിക്നെസ് വരുന്നുണ്ട്, പുതിയ ഹെയർ വരുന്നുണ്ട്. അതുപോലെ ഉള്ള ഹെയർ നല്ല ഭംഗിക്ക് കിടക്കുന്നുണ്ട്. ഒരു സിൽക്കി എഫക്റ്റൊക്കെ കിട്ടുന്നുണ്ട് മുടിക്ക്. എനിക്ക് ഹെയറിന് കൊടുക്കാവുന്ന ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഈ ഉലുവ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റായിട്ട് ഞാൻ എൻ്റെ ഹെയർ കെയറിൽ പെടുത്തിയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഉലുവ.
ഉലുവയുടെ പാക്കോ കാര്യങ്ങളോ ഒന്നുമല്ല, ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം. ഓക്കെ. പിന്നെ അപ്പോൾ ഈ ഉലുവയുടെ കാര്യം പറയുമ്പോൾ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡുണ്ടല്ലോ, ഫുഡിലൊക്കെ ഈ ഉലുവ കൂടി ആഡ് ചെയ്യുക. അതായത് നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കടുക് പൊട്ടിക്കുന്നതിനൊപ്പം ഉലുവയും കൂടി പൊട്ടിച്ചാൽ നല്ലതായിരിക്കും. ഉലുവ പൊട്ടിച്ചിട്ട് അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഉലുവ നമ്മളിങ്ങനെ വെള്ളമായിട്ട് നമ്മുടെ മുടിയിൽ ഇങ്ങനെ തേക്കുന്നതാണെങ്കിലും ഫുഡിലും ഇത് ഉലുവ ഇൻക്ലൂഡ് ചെയ്ത് കറികളിലൊക്കെ ഉലുവ ധാരാളം യൂസ് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ ഹെയറിൽ അത് റിഫ്ലക്റ്റായി കാണിക്കും. ഓക്കെ. അപ്പോൾ ഉലുവയാണ് എൻ്റെ ഹെയർ കെയറിൽ ഞാൻ ഏറ്റവും ആദ്യം ഉലുവ മാത്രമേ പറയുള്ളൂ. കാരണം വേറെ നമ്മൾ ഈവൻ നമുക്ക് മുടി ശ്രദ്ധിക്കാനുള്ള സമയമില്ല. ഇപ്പോൾ പുതിയ അമ്മമാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യണം, അവർക്ക് അതിനുള്ള ടൈം തീരെ ഇല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉലുവ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ എനിക്ക് മുടി മെടയാനോ അതുപോലെ മുടിയുടെ ജട കളയാൻ പോലും ചില സമയത്ത് ടൈം കിട്ടാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മുടി തീർന്നു, ഇത്രയും കെയർ ചെയ്യാതെ വിട്ട് എങ്ങനെ വളരാനാണെന്ന്. പക്ഷെ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് ഡെയിലി ഇതൊന്ന് 2-3 ഡ്രോപ്സ് ഇട്ട് ഇങ്ങനെ മസാജ് ചെയ്യും. അതിൻ്റെ ആ ഒരു എഫക്റ്റ് എൻ്റെ മുടിക്ക് കിട്ടിത്തുടങ്ങി. അപ്പോൾ ഉലുവയ്ക്ക് അത്രയും എഫക്റ്റാണ് ഉള്ളത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഉലുവ നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ ന്യൂ മോംസിനാണെങ്കിൽ നിങ്ങൾക്ക് ഉലുവാക്കഞ്ഞി നിങ്ങൾ കുടിക്കുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ പാലും കൂടും, ബ്രസ്റ്റ് മിൽക്കും കൂടും. അതിൻ്റെ ഒപ്പം തന്നെ ഹെയർ ഗ്രോത്തിനും നല്ലതാണ്. പ്രസവിച്ചെടുക്കുന്ന അമ്മമാർക്കൊക്കെ ഈ ഉലുവാക്കഞ്ഞി കൊടുക്കുമല്ലോ. അപ്പം ഈ ഡെലിവറി കഴിഞ്ഞ് പ്രസവരക്ഷയൊക്കെ കഴിയുമ്പോൾ ഈ മുടിയൊക്കെ വളരുന്നതിൻ്റെ മെയിൻ റീസൺ അത് തന്നെയാണ്. ഈ ഉലുവ ഒരു ഘടകമാണ് അതിനകത്ത്. ഓക്കെ. പിന്നെ സെക്കൻഡ് തിങ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് എൻ്റെ മുടിയുടെ വളർച്ചയ്ക്കായിട്ട് ഞാൻ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാത്രി ഉറങ്ങുമ്പോൾ മുടി നല്ലോണം കെട്ടിവെക്കാൻ പറഞ്ഞാൽ ഞാൻ മെടഞ്ഞല്ല ഇടാറുള്ളത്, എല്ലാം കൂടി വാരിക്കെട്ടി ഇവിടെ ഒരു കൊണ്ട പോലെ ഇങ്ങനെ കെട്ടിവെക്കും. അങ്ങനെ കെട്ടിവെക്കുമ്പോൾ തന്നെയാണ് എനിക്ക് ഹെയർ ഗ്രോത്ത് നല്ലോണം ഉണ്ട്. എനിക്ക് മെടഞ്ഞിടുമ്പോൾ അങ്ങനെ ഹെയർ ഗ്രോത്ത് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഇങ്ങനെ കെട്ടിവെക്കുമ്പോഴാണ് മുടിയുടെ വളർച്ച ഇൻക്രീസ് ആവുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ജടയുള്ള മുടിയെടുത്ത് കെട്ടിവെക്കരുത്. നല്ലോണം ഉറങ്ങുന്നതിന് മുമ്പ് ജടയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി, ഒന്നല്ലെങ്കിൽ ഹെയർ സെറംസിനേക്കാളൊക്കെ നല്ല നമ്മുടെ പാരച്യൂട്ടിൻ്റെ ഓയിൽ 1 ഡ്രോപ്പോ 2 ഡ്രോപ്പോ എടുക്കുക. അധികം എടുക്കരുത്. കാരണം രാത്രി ഉറങ്ങുന്ന സമയത്ത് ചെയ്യുന്നതല്ലേ. അത് മുടിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടലേ ഒന്ന് പെരട്ടുക. ദെൻ മുടിയെല്ലാം കൂടി ജടയൊക്കെ കളഞ്ഞ് വാരിക്കെട്ടി ഇവിടെ വെക്കുക. ദെൻ രാവിലെ എണീക്കുമ്പോൾ അഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുടിക്കൊരു വോളിയം എഫക്റ്റ് കിട്ടിയതുപോലെ നമുക്ക് തോന്നും. ഓക്കെ. തോന്നുന്നല്ല, മുടിയുടെ വളർച്ച ഇൻക്രീസ് ചെയ്യും. ഇനി അതായിരുന്നു എൻ്റെ ഒരു സെക്കൻഡ് ടിപ്പായിട്ട് എനിക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം, വെള്ളം കുടിക്കുന്നത് നമ്മുടെ മുടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്കത് അധികം ഉള്ളൊരു ശീലം ആയിരുന്നില്ല. ഞാനത് അത്രയധികം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒരേപോലെ വെള്ളം അത്യാവശ്യമാണ്. മുടി വളരുന്നത് മാത്രമല്ല, ഉള്ള മുടി നല്ല ഭംഗിയിലിരിക്കുകയും കൂടി വേണമല്ലോ. ഈവൻ നമുക്ക് ഷോർട്ട് ഹെയർ ആണെങ്കിൽ കൂടി ആ ഉള്ള മുടി നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് അത് നമ്മുടെ കഴിവാണ്. അപ്പോൾ ഈ വെള്ളം കൂടി കുറവുള്ള ആളുകളിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ സ്കിന്നും ഡ്രൈ ആയിരിക്കും, ഹെയറും ഡ്രൈ ആയിരിക്കും, ഫ്രിസി ഹെയർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നല്ലോണം വെള്ളം കുടിക്കുക. അത് നിങ്ങളുടെ മുടി കൊഴിച്ചിലും കുറയ്ക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള മുടി നല്ല ഒരു സിൽക്കി എഫക്റ്റിൽ കിടക്കുകയും ചെയ്യും. ഒരിക്കലും ഡ്രൈ ആവില്ല മുടി. നല്ലോണം വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. അതും ഞാൻ മുടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നാലാമത്തെ കാര്യം ഞാൻ മുടിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിച്ചു. അതായത് ആവശ്യത്തിനുള്ള പ്രോട്ടീൻസും ന്യൂട്രിയൻസൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. നമ്മൾ സ്പെഷ്യലായിട്ട് എൻ്റെ മുടിക്ക് ഇത് വേണം എന്ന് വെച്ച് അത് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് നമ്മൾ അത് അറിഞ്ഞ് മനസ്സിലാക്കി ഉള്ളത് നല്ല രീതിയിൽ ഇൻടേക്ക് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് ഫുഡ് മുടിക്ക് എന്ന് പറഞ്ഞാൽ മുട്ടയാണ്. ഡെയിലി ഒരു എഗ്ഗ് കഴിക്കുന്നത് എന്തുകൊണ്ടും നമ്മുടെ മുടിക്ക് നല്ലതാണ്. ഞാൻ ഡെയിലി ഒരു എഗ്ഗ് ഹാർഡ് ബോയിൽ ചെയ്ത് കഴിക്കുമായിരുന്നു. എൻ്റെ ഡെലിവറിക്കൊക്കെ ശേഷം ഞാൻ അങ്ങനെ കഴിക്കുമായിരുന്നു. ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാനൊക്കെ നമ്മൾ മുട്ടയും പഴമൊക്കെ കഴിക്കുമല്ലോ. അപ്പോൾ അതിനൊപ്പം ഇപ്പോൾ ഈ മുട്ട കഴിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഹെയർ ഗ്രോത്തിന് എന്നെ നല്ലോണം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ട നല്ല ഒരു പ്രോട്ടീൻ ഘടകമാണ്, നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ളതാണ്. നമ്മൾ ഹെയർ പാക്സിലൊക്കെ മുട്ട യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഞാനൊരു ഹെയർ പാക്ക്
മുട്ട ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഹെയർ പാക്ക് ഉണ്ട് എനിക്ക്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യും, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അപ്പോൾ ഈ എഗ്ഗ് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഈ കടല, പയറ്, പരിപ്പ്, ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. വീട്ടിൽ വെക്കുമ്പോഴൊക്കെ ഞാൻ ധാരാളം കഴിക്കും. അതെൻ്റെ ഹെയർ ഗ്രോത്തിനെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യാം. പിന്നെ നട്ട്സ് നമുക്ക് ഉള്ള ടൈമിൽ നല്ലോണം കഴിക്കുക. നമ്മുടെ കയ്യിലുണ്ടോ ആ ടൈമിൽ അത് കഴിക്കുക. നമ്മൾ അതിന് വേണ്ടിയിട്ട്, എൻ്റെ മുടി വളരാൻ വേണ്ടിയിട്ട് ഞാൻ നട്ട്സ് വാങ്ങിച്ചു വെച്ച് കഴിക്കുക, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ അടുത്ത് എന്താണോ ഉള്ളത് അത് മനസ്സിലാക്കി, നമ്മുടെ മുടിക്ക് നല്ലതാണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ കുറച്ച് കഴിക്കുമ്പോൾ ആ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അതാണ് ആവശ്യം. അല്ല സ്പെഷ്യലായിട്ടൊരു മുടിക്ക് വേണ്ടി ഞാൻ ഇന്ന ഫുഡ്, സ്കിന്നിന് വേണ്ടി ഇന്ന ഫുഡ് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ ആ ടൈമിൽ കഴിക്കുക, അതാണ് ആവശ്യം. എഗ്ഗ് കൂടുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കടല, അതുപോലെ പരിപ്പൊക്കെ മുടിക്ക് വളരെ നല്ലത്. ഇനി അടുത്തതായിട്ട് ഞാൻ എൻ്റെ ഹെയർ കെയറിന് വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം ഉറക്കമാണ്. എനിക്ക് ഒട്ടും തന്നെ ഇല്ലാത്തൊരു കാര്യം ഉറക്കമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് അബ്രോഡാണ്. അപ്പോൾ പുള്ളിയായിട്ട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് രാത്രി സമയങ്ങളിലാണ്. പുള്ളിയുടെ ഡ്യൂട്ടി ടൈമൊക്കെ കഴിഞ്ഞ് റൂമിലെത്തുമ്പോൾ അപ്പോഴും ഞങ്ങൾ സംസാരിക്കുന്നത്, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് നൈറ്റ് ടൈമിലാണ്. അപ്പോൾ ഡേ ഫുൾ എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, നൈറ്റ് പുള്ളിനോട് സംസാരിക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഉറക്കം ഇല്ലാതാവുമ്പോൾ നമ്മുടെ മുടി നല്ലോണം പൊഴിയും. ഞാനപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ നല്ല പ്ലാൻ ചെയ്ത് എൻ്റെ ഉറക്കത്തിന് വേണ്ടിയിട്ട് അതിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തു. അതിന് വേണ്ടിയിട്ടൊരു ടൈം മാറ്റി വെച്ചു. ഞാൻ ഇൻറ്റൻഷനലി അതിന് വേണ്ടിയിട്ട് ടൈം കണ്ടുപിടിച്ചു. ഓക്കെ, എനിക്ക് ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ ഹസ്ബൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്, അവർക്കൊക്കെ ടൈം കൊടുക്കണം. പക്ഷേ അതിൻ്റെ ഒപ്പം എൻ്റെ ഹെൽത്തും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഫാമിലീനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തും നമ്മൾ നോക്കണമല്ലോ. മുടിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കംപ്ലീറ്റ് ഹെൽത്തിന് വേണ്ടി ഉറക്കം നല്ലതാണ്. അപ്പോൾ ഉറക്കം ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ അതും എൻ്റെ മുടിയുടെ വളർച്ചയെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പിന്നെ ടെൻഷൻ ഒരു പരിധി വരെ ടെൻഷൻസ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ടെൻഷൻസ് ഉണ്ട്. നമ്മൾ മനുഷ്യരല്ലേ, എല്ലാവർക്കും ടെൻഷൻസ് ഉണ്ടാവും. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ഹെൽത്തിനെ ആണെങ്കിലും നമ്മുടെ മൈൻഡിനെ ആണെങ്കിലും ആ ഒരു ടെൻഷൻ ബാഡായിട്ട് അഫക്റ്റ് ചെയ്യാൻ സമ്മതിക്കരുത്. ഞാൻ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ തുടങ്ങി. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ കാണാനും ചിന്തിക്കാനും കേൾക്കാനും തുടങ്ങി. ആവശ്യമില്ലാത്ത ആളുകളാണെങ്കിലും ചിന്തകളാണെങ്കിലും ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ടെൻഷൻസ് പകുതി മുക്കാലും കുറഞ്ഞു. അതും എൻ്റെ ഹെയർ ഗ്രോത്തിനെ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ നല്ല ഹാപ്പിയാണ്, ടെൻഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തും വളരെ സ്മൂത്തായിട്ട് നടക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാൻ മെയിൻലി ചെയ്തിട്ടുള്ളത്. ഇതിൽ ഞാൻ പറയാം, എനിക്ക് ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള ഒരു കാര്യം ഉലുവയാണ്. ഞാൻ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊന്നും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ വീഴ്ച വരുത്തിയാലും അതൊന്നും ഞാൻ ശ്രദ്ധിക്കാതെയും ഈ ഉലുവ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു റിസൾട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ്, അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും. പിന്നെ മുടി വെട്ടുന്ന കാര്യം, 3 മാസം കൂടുമ്പോൾ ഹെയർ കട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഹെയർ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഷോർട്ടാക്കി കൊടുക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മുടിയുടെ തുമ്പറ്റം മുറിച്ചു കൊടുക്കുക. ഈ 3 മാസം കൂടുമ്പോൾ മുറിക്കുക എന്ന് പറയുന്നത്, ഈ 3 മാസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുടി അത്യാവശ്യം നല്ലോണം വളർന്ന് വരുന്നുണ്ട്. വാല് പോലെയൊന്നും ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വളർന്നോട്ടെ. ഒരു 6 മന്ത് ആയിട്ട് തുമ്പറ്റം വെട്ടിക്കൊടുത്താലും ഒരു കുഴപ്പമില്ല. അപ്പം കട്ട് ചെയ്യുന്നതും ഹെയർ ഗ്രോത്തിന് അത്യാവശ്യമാണ്. പിന്നെ ഞാൻ മുടിയിൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, മുടിയിൽ ഞാൻ ഇനി ഇത് ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഒന്നാമത്തെ കാര്യം, മുടി കണ്ട മുണ്ടം മുറിച്ച് കളയില്ല. അതും തനിയെ മുറിച്ച് ഒരിക്കലും കളയില്ല. സെക്കൻഡ് തിങ്, പാർലറിൽ പോയി മുടി കട്ട് ചെയ്താലും നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്ത് അതനുസരിച്ച് മാത്രമേ ഞാൻ കട്ട് ചെയ്യിക്കുള്ളൂ. അത് ഞാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യമായിരുന്നു. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നനഞ്ഞ മുടി ഒരിക്കലും കെട്ടിവെക്കാതിരിക്കുക. ഈവൻ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും കെട്ടിവെച്ചേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി ആദ്യം കുറച്ച് നേരം ഒന്ന് അഴിച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ മുടി ഒന്ന് ഒരു പാർഷ്യലായിട്ടെങ്കിലും ഡ്രൈ ചെയ്തിട്ട് മാത്രം ജസ്റ്റ് ലൂസായിട്ട് പിൻ ചെയ്തിട്ട് പോവുള്ളൂ. ഒരിക്കലും നനഞ്ഞ മുടി അങ്ങനെ കെട്ടിവെക്കില്ല. പിന്നെ രാത്രിയിൽ മുടി അഴിച്ചിട്ട് കിടന്നുറങ്ങില്ല. പിന്നെ എന്താ പറയുക, ഈ
സ്ക്രഞ്ചീസ് ഒക്കെ ഉണ്ടല്ലോ, അത് സിൽക്കിൻ്റെ സ്ക്രഞ്ചീസ് ഒക്കെ യൂസ് ചെയ്യും. അല്ലാതെ റബ്ബർ ബാൻഡ്സ് നമ്മുടെ മുടീനെ ഹേർട്ട് ചെയ്യുന്ന പോലെയുള്ള ബാൻഡ്സോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ മുടിയിൽ ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യില്ല, മുടി സ്ട്രെയിറ്റൻ ചെയ്യില്ല, ഡ്രയർ യൂസ് ചെയ്ത് മുടി ഡ്രൈ ചെയ്യില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചു. ഇതൊന്നും എൻ്റെ മുടിയിൽ ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. ഈ ഡിസിഷൻസൊക്കെ എടുത്തപ്പോൾ തന്നെ എൻ്റെ മുടി വളരാൻ തുടങ്ങി, ഹെൽത്തി ആവാൻ തുടങ്ങി. അപ്പോൾ ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ചെയ്യാം കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. ഡെയിലി ഇതൊരു പ്രോസസ്സാക്കി കൊണ്ടുപോകരുത്. ഇപ്പം നമ്മുടെ കല്യാണം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. ഞാനും ചെയ്തിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിനൊക്കെ ഞാൻ നല്ലോണം ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമായിരുന്നു. ആ ഒരു 5 ലുക്ക്, എൻ്റെ മാരേജിന് വേണ്ടി 5 ലുക്ക് ഉണ്ടായിരുന്നു. 5 ലുക്കിന് വേണ്ടി എൻ്റെ മുടി ഞാൻ പല രീതിയിലിട്ട് പണിതിട്ടുണ്ട്. കേളിങ്ങും അതും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. മേ ബി അതൊക്കെ കൊണ്ടായിരിക്കാം പിന്നീട് കുറച്ച് നാൾ നല്ല മുടി കൊഴിച്ചിലും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആഫ്റ്റർ ഡെലിവറിയാണ് പിന്നെ ഈ ഒരു ഹെയർ ഗ്രോത്തിലേക്ക് ഞാൻ വന്നത്. ഇപ്പം അത്യാവശ്യം എൻ്റെ മുടി വളരുന്നുണ്ട്, നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഭയങ്കര പനങ്കുല പോലെ കിടക്കുന്ന മുടിയൊന്നുമല്ല, പക്ഷെ ഉള്ള മുടി അതിൽ ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മുടിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇത് എനിക്ക് കുറച്ച് ആളുകൾക്കെങ്കിലും, ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന കുറച്ച് ആളുകൾക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ മാക്സിമം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഓക്കെ ആയിട്ട് വരും. എനിക്കത് മനസ്സിലായിട്ടുള്ളതാണ്. കാരണം എൻ്റെ മുടിക്ക് വേണ്ടി ഞാൻ അത്രയധികം എഫേർട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷെ ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല. പക്ഷെ ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് വർക്കൗട്ടായി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഹെയറിന് എന്താണ് പറ്റുന്നത്, നമ്മുടെ ഹെയറിന് എന്താണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളും അതുപോലെ ട്രൈ ചെയ്യുക. ഉലുവ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഉലുവ എല്ലാ ഹെയർ ടൈപ്പുള്ള ആളുകൾക്കും ചേരുന്ന ഒരു കാര്യമാണ്. യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം അറിയാൻ പറ്റും. ഓക്കെ, പിന്നെ ഇത് ഞാൻ ഈ വീഡിയോ പറഞ്ഞു തുടങ്ങിയത് ഇതെൻ്റെ ഒരു ഹെയർ ഗ്രോത്ത് ജേർണി ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു എൻ്റെ സ്കൂൾ ടൈം മുതൽ ആഫ്റ്റർ ഡെലിവറി വരെയുള്ള എൻ്റെ ഹെയറിൻ്റെ ഒരു കണ്ടീഷൻസൊക്കെ ഞാനിതിൽ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ മെയിൻലി എനിക്കിതിൽ പറയേണ്ട ഒരു കാര്യം ഉലുവേനെ കുറിച്ച് തന്നെയാണ്. ഉലുവ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിനെ പറ്റി പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ മെയിൻലി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഉലുവ യൂസ് ചെയ്യുക, നിങ്ങളുടെ ഹെയർ ഗ്രോത്തിൽ മാറ്റം വരും, അത് ഉറപ്പാണ്. അതിലൊരു ഡൗട്ടും വേണ്ട. ഈ മൊരടിച്ചൊക്കെ നിൽക്കുന്ന മുടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് യൂസ്ഫുൾ ആകും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.